CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നതാണ്. നമുക്കറിയാം, ഈ ഒരു ISLന്റെ 10ാം സീസണിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കാവൽ മാലാഖയായ സച്ചിൻ സുരേഷിന് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് ഈ ഒരു സീസൺ മുഴുവനായിട്ടും താരത്തിന് നഷ്ടമാവുമെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സച്ചിന് പകരക്കാരനായിക്കൊണ്ട് ഹൈദരാബാദ് എഫ്സിയുടെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുംബൈ സിറ്റിയുടെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ മുഹമ്മദ് നവാസിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ ഗോൾ കീപ്പർ ആയിട്ടുള്ളത് കരൺജിത് സിംഗ് ആണ്. താരത്തിനാണെങ്കിൽ ഒരുപാട് വർഷത്തെ ISL കളിച്ചുള്ള എക്സ്പീരിയൻസ് കൂടിയുണ്ട്. പക്ഷേ കരൺജിത് സിംഗ് ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിരമിക്കും. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഗോൾ കീപ്പർ ആയിട്ടുള്ളത് ലാറ ശർമ്മയാണ്. ലാറ ശർമ്മയെ ഈ ഒരു ISLന്റെ 10ാം സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ബംഗളൂരു എഫ്സിയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചതായിരുന്നു. അതും ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ഗോൾ കീപ്പറായ ഗില്ല് പോയതിനു ശേഷം താരത്തിന് പകരക്കാരനായിക്കൊണ്ടായിരുന്നു ലാറയെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം, നിലവിൽ ലാറ ശർമ്മയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ലാറ ശർമ്മ പഞ്ചാബ് എഫ്സിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് മറ്റൊരു സൂപ്പർ ഗോൾ കീപ്പറെ ടീമിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഏതായാലും നിലവിൽ ഇതിനെ തുടർന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ സുരേഷിന് പകരക്കാരനായിക്കൊണ്ട് മുംബൈ സിറ്റിയുടെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ മുഹമ്മദ് നവാസിനെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ്. പക്ഷെ നിലവിൽ നവാസിന് മുംബൈ സിറ്റി എഫ്സിയുമായിട്ട് ഒരുപാട് നാളത്തേക്കുള്ള കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പരസ്പര ധാരണയോട് കൂടി മാത്രമാണ് നവാസിന് ക്ലബ്ബ് വിടാൻ സാധിക്കുകയുള്ളൂ. ഇതേ സമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മുംബൈ സിറ്റി എഫ്സി ജംഷഡ്പൂർ എഫ്സിയുടെ ഏറ്റവും പ്രധാന ഗോൾ കീപ്പറായ രഹനേഷിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ടതോടുകൂടി മുഹമ്മദ് നവാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദ് എഫ്സിയുടെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും നമുക്ക് ഗുർമീതിന്റെ കാര്യത്തിലേക്ക് ഒന്ന് കടക്കാം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ പരിക്കേറ്റ പ്രമുഖ താരങ്ങളിൽ ഒരാളാണ് സച്ചിൻ സുരേഷ് എന്നുള്ളത്. സച്ചിന് പരിക്കേറ്റ് സീസൺ നഷ്ടമായതോടെ രണ്ടാം ഗോൾ കീപ്പർ കരൺജിത് സിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ വല കാക്കുന്നത് നിലവിൽ. എന്നാൽ സച്ചിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ട യുവതാരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഹൈദരാബാദ് എഫ്സിയുടെ താരമായ ഗുർമീത് സിംഗിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ സച്ചിന് പകരക്കാരനായി കൊണ്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. താരവുമായി ബ്ലാസ്റ്റേഴ്സ് ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ചകളെല്ലാം തന്നെ വിജയിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ തള്ളിക്കളഞ്ഞ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഓഫർ സ്വീകരിച്ചിരിക്കുകയാണ്. താരം ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ തള്ളാനുള്ള കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വൻ പിഴവ് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗുർമീത് സിംഗിന് നൽകിയത് ഒരു ചെറിയ ദൈർഘ്യമുള്ള കരാറായിരുന്നു. എന്നാൽ ISLലെ തന്നെ ഒരു ക്ലബ്ബായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗുർമീത് സിംഗിന് നൽകിയിട്ടുണ്ടായിരുന്നത് ഒരു ദീർഘനാളത്തെ കരാറായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകൾ ഒഴിവാക്കി താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു ബുദ്ധിമോശം തന്നെയാണ് ഗുർമീത് സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാതിരുന്നത്. ഏതായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഗുർമീത് സിംഗിനേക്കാളും ഗോൾ കീപ്പറായി അത്യാവശ്യം നല്ലതുപോലെ നിൽക്കാൻ സാധിക്കുന്നത് മുഹമ്മദ് നവാസിന് തന്നെയാണ്. ഏതായാലും മുഹമ്മദ് നവാസ് ആണോ അല്ലെങ്കിൽ ഗുർമീത് സിംഗ് ആണോ ഏറ്റവും നല്ല ഗോൾ കീപ്പർ എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് മുഹമ്മദ് നവാസ് എന്ന സൂപ്പർ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CK ടോക്സ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.